ഇന്ന് റമദാൻ 15 പകുതി നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുടങ്ങണതും തീരണതും അറിയില്ല. ഇന്ന് ഉള്ളിവട ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈന്തപ്പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുസമ്പിയും മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നാരങ്ങ വെള്ളം, ഞാൻ നാരങ്ങ വെള്ളത്തിൽ കസുകസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ കൊത്തി എറിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെഹ്റൂൻ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു യെല്ലോ വാട്ടർമെലണിന് നല്ല മധുരമാണ്. എല്ലാവർക്കും അറിയാൻ പറ്റില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ നോമ്പ് തുറ ഇന്നിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നെൻ്റെ മൂഡൊട്ടും ശരിയല്ലായിരുന്നു. മൂഡ് തന്നെയല്ല, മൊത്തത്തിൽ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കസകസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ മറന്നും പോയായിരുന്നു. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ നല്ലതാണ് കേട്ടോ കസകസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ശരിക്കും ഞാൻ നോമ്പ് തുറയ്ക്ക് മുമ്പായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. ഇത് ഒരു അൺബോക്സിങ് ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ഓൾറെഡി ശരിക്കും ഞാനിത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ സംഭവം. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, കാണാത്തവരായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് നല്ലൊരു സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മുടെ ചന്ദനത്തിരി വെക്കണതാണ്. ഒരെണ്ണത്തിൽ ചന്ദനത്തിരി നമ്മൾ കത്തിച്ചിട്ട് വെക്കുന്നതും ഒരെണ്ണത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമാണ് കേട്ടോ. ഈ ഒരു സ്റ്റീലിൻ്റെത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ നമ്മൾ ചന്ദനത്തിരി വെക്കുന്നത്, കത്തിച്ച് വെക്കുന്നത്. ശരിക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമ്മൾ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി മുഴുവനും താഴെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഊരിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോളിലാണ് കേട്ടോ നമ്മൾ ചന്ദനത്തിരി വെക്കണത്. അങ്ങനെ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുകയെല്ലാം പുറത്തേക്കും വരും. അതിൻ്റെ ആ പൊടികളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കത് എടുത്ത് കളഞ്ഞാൽ മതി. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് കുറച്ച് ചന്ദനത്തിരി ഉണ്ടായിരുന്നത് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ എന്താണേലും വാങ്ങിക്കേണ്ടവർ പറഞ്ഞോളൂ. അപ്പം ഞാൻ ലിങ്ക് ഇട്ട് തരാവേ.